എല്ലാവർക്കും അത്യാവശ്യം നല്ല പേടിയായിട്ടുണ്ട്. എനിക്ക് തോന്നില്ല കേട്ടോ ഞാൻ ഈ വ്ളോഗ് ഇടുമെന്ന്. പക്ഷെ ഇത് ഞാൻ എൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കും. ഓ തെന്നല് ഇതെന്താ ചേട്ടാ? എങ്ങോട്ടാ നമുക്ക് പോകണ്ട? 3 വഴി അങ്ങോട്ടും ഇങ്ങോട്ടും. മരം വീണാണെങ്കിൽ അത് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ വട്ടവട മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉള്ളൂ. ആനമുടി നാഷണൽ പാർക്ക്, ഷോല പാർക്കിൻ്റെ അകത്ത് കൂടി ഫോറസ്റ്റാണ് കുറച്ച്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് മൂന്നാർ ടു വട്ടവട ഒരു 104 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവരും. അത് വന്നു കഴിഞ്ഞാൽ കാന്തല്ലൂരും വട്ടവടയും മൂന്നാറും എല്ലാവരും ബിസിനസ് ഒരിക്കലും കുറയില്ല, നല്ലതുമാണ്. എല്ലാവർക്കും കുറച്ചുകൂടി ആക്സസിബിളാണ്, റൗണ്ട് അബൌട്ട് ട്രിപ്പ് അടിക്കാം. പക്ഷേ ഇതറിഞ്ഞിട്ട് വാട്സാപ്പിൽ കുറച്ചാളും ഒരു മെസ്സേജ് വന്നു, അവിടുത്തെ ഊരുകാരെല്ലാവരും കൂടി ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കി വെട്ടി ആക്കിയിട്ടുണ്ടെന്ന് ഒരു ജീപ്പ് ഇറക്കിക്കൊണ്ട് പോകണ പടമൊക്കെ. ഇത് കേട്ടപാടി ന്യൂസ് ചെറിയ ഏതൊരു യെല്ലോ ന്യൂസ് പേജോ എന്തെങ്കിലുമൊക്കെ വന്നപ്പോഴത്തേക്കും ഒറ്റയടിക്ക് ഞാനും യാസിനും കൂടി അങ്ങ് പോയി ആകെ വെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന് തൊട്ട് മുമ്പായിട്ട് നിർത്തേണ്ടി വന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഫോറസ്റ്റുകാർ പിടിച്ച്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി അത് നിയമം തെറ്റിച്ച് നമുക്ക് ആർക്കും ഒരു താല്പര്യവും ഇല്ല ഒന്നും ചെയ്യാൻ. നമ്മളൊരു ന്യൂസ് ചാനലിൽ കണ്ടു, അത് ഓപ്പൺ ആയി അറിഞ്ഞു. കുണ്ടള ഡാം വഴിയല്ല, വട്ടവടയെന്നാണ് നമ്മുടെ ഇവിടെന്ന് സോമയാർകുടി, വത്സപ്പെട്ടിക്കുടി, കുടലാർ കുടി, 3 കുടിയുടെ അകത്തു കൂടിയാണ് പോണത്. ആക്ച്വലി അത് നല്ലതായിരുന്നു. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെ റോഡ്, പക്ഷെ സംശയമാണ് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് അറിഞ്ഞത്, അവരവർ പിടിക്കുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഫോറസ്റ്റുകാരൊന്നും പറയാണ്ട് വിട്ടു. അത് മാത്രമല്ല, അവിടെ വഴി ഉണ്ടാക്കിയ കുടിക്കാർക്കെതിരെയും കേസെടുത്തു. അവരെ വഴി പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ അടുത്ത് തന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു സമരമൊക്കെ ഉണ്ടാവുന്നൊക്കെ അറിയുന്നു. ആ വഴി അങ്ങോട്ട് പോകാൻ എങ്ങനെയുണ്ടായിരുന്നു റൂട്ട് എക്സ്പീരിയൻസ്? ഒന്നും പറയണ്ട, ആ ഒരു 1-2 സ്പോട്ടിൽ നമുക്ക് പേടിയായി പോയില്ലേ, ഭയങ്കര പേടിയായി പോയി. കാരണം അവിടെ ഈ പറഞ്ഞ ബൈസൺസും എലിഫന്റും ഒക്കെ സ്പോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിലെ വഴി പോകുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം തോന്നിയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പുറത്തു വിടാൻ പറ്റില്ല, കാരണം അത് എഗെയിൻസ്റ്റ് ദ ലോ ആണ്. അപ്പോൾ അത് ഞങ്ങളും അറിഞ്ഞില്ല, അതുകൊണ്ട് അവർ ഫോറസ്റ്റുകാരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവർക്ക് മനസ്സിലായി ഞങ്ങളത് മനഃപൂർവ്വം ഒരു ഹൈപ്പിന് വേണ്ടി ഒരു വേഷം കെട്ട് കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിച്ച് ത്രില്ല് കാണിക്കാനോ ഞങ്ങൾ വലിയ സംഭവങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതൊന്നുമല്ല. ആഗ്രഹം കൊണ്ട് പോയതാണ്. വായത്തിൽ രക്ഷപ്പെട്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറ സൈഡ് കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതെ, കാരണം ആ 1 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നാണ് നമ്മൾ സംഭവം അറിഞ്ഞത്. 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ, അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് എത്തും. അത് കാന്തല്ലൂരാണ്. പക്ഷെ അത് കാണാൻ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ കാന്തല്ലൂർ പോയി എങ്ങനെയുണ്ടെന്ന് നോക്കണം. പറ്റുമെങ്കിൽ ഞാൻ അവിടെ ആ വാച്ച് ടവറിന് അവരെടുത്ത് അവർ താമസിക്കുന്ന കോട്ടേജിൽ പോയി ഞാൻ ചോദിക്കും ഇതിനെപ്പറ്റി, എന്തെങ്കിലും നടക്കുമോ ഇനി ഫ്യൂച്ചറിലൊന്നും. എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഇത് നടക്കും, എന്തെങ്കിലും നടത്തുമായിരിക്കും. ഫോറസ്റ്റും ഇവിടുത്തെ നാട്ടുകാരെല്ലാം സമ്മതിച്ച് അതൊരു ഒരു പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന റോഡായി വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതുകൊണ്ട് ഭയങ്കര ഗുണമാണ് നമുക്ക്. ടൈം സേവിങ് ആണ്. ഒരൊറ്റ ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് 2-3 സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഈ പ്രത്യേകിച്ച് പെട്രോളിനൊക്കെ വില കൂടുതലാണല്ലോ. അപ്പോൾ ഈ 14 കിലോമീറ്റർ കുറയാമെന്ന് ഞാൻ ചില്ലറ കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, ഞാൻ മറ്റേ നമ്മുടെ വട്ടവടയിൽ നിന്ന് കൊടൈക്കനാൽ തുറക്കാത്തത് അത് ടൂറിസത്തിനെ ബാധിക്കും എന്നൊക്കെ പറയാം. പക്ഷെ അത് തുറക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കേരളത്തിന്റെ ഭാഗമല്ലേ, രണ്ടും കേരളത്തിന് എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് ബിസിനസ് കൂട്ടത്തല്ലേ ഉള്ളൂ അല്ലേ? അറിയില്ല, ചിലപ്പോൾ കാന്തല്ലൂരിൽ നിന്ന് മൂന്നാർ പോകാതെ ആൾക്കാർ വട്ടവട വരുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ഇന്നെന്തായാലും മാന്യമായിട്ടുള്ള റൂട്ടിൽ കൂടി നമുക്കിന്ന് പോകാം. കാരണം വെച്ചാൽ അന്ന് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ കേട് തീർക്കും. അതായത് മനസ്സിന് അപ്പോഴൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. ഞാനേമ്പിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിഞ്ചോര ചുടുചോര പൊന്മകനെ. നീ മോന്തിയ മധു നിഞ്ചോര ചുടുചോര പൊന്മകനെ.
സോ നമ്മൾ കാന്തല്ലൂർ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ മറയൂരിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട് കാന്തല്ലൂരിലേക്ക്. കറക്റ്റ് ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പം മറയൂർ കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിന് മുമ്പായിട്ടുള്ള റൈറ്റ് എടുക്കണം. അതേപോലെ ചിന്നാർ നമ്മുടെ കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് എടുക്കണം. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കൂടെ ആപ്പിൾ വിളയുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ കാന്തല്ലൂർ. വേറൊരു സ്ഥലത്തും ആപ്പിൾ ഉണ്ടാവാറില്ല, കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാവാറുണ്ട്. ആപ്പിൾ മാത്രമല്ല, ഇവിടെ ഓറഞ്ചും അങ്ങനെ പല പല വെറൈറ്റി കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്, നമ്മുടെ നാട്ടിൽ പൊതുവേ വളരാത്ത ഫ്രൂട്ട്സ് ഇവിടെ വളരുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ ഗുണമാണ്, ടെമ്പറേച്ചറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും ഇവിടുത്തെ മണ്ണിൻ്റെയും ഗുണമാണ്. നമ്മുടെ സ്വന്തം വട്ടവടയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ, ഒരു മാപ്പ് വഴി നോക്കുവാണെങ്കിൽ. പക്ഷേ പണ്ട് കുണ്ടലാം ഡാം വഴിയൊക്കെ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ട്. വട്ടവടയിലുള്ളവർ കാന്തല്ലൂരിലേക്ക് നടപ്പാതയൊക്കെ ഉണ്ട് വട്ടവടയിൽ നിന്ന്. ആ നടപ്പാത അവർക്കും ആഗ്രഹമുണ്ട് റോഡൊക്കെ വരണമെന്ന്. അപ്പം അവിടെ കുടിയിലുള്ള ആൾക്കാർ സ്വന്തമായിട്ട് റോഡൊക്കെ ഉണ്ടാക്കി. അവർ റോഡുണ്ടാക്കി കാന്തല്ലൂരിൽ നിന്ന് വട്ടവട വരെ. അവർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അത് ഓപ്പണൊക്കെ ചെയ്യാൻ അവർ ശ്രമിച്ചു. അവരുടെ ജീപ്പും കാര്യങ്ങളൊക്കെ അതുവഴി കൊണ്ടുപോയി. പക്ഷെ അവസാനം അത് അവർക്ക് തന്നെ സീനായി. അവർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റുകാർ അറിയിച്ചത്. നമ്മളങ്ങനെ ഒരു റൂട്ടുണ്ടെന്ന് കേട്ടപ്പം നേരെ കുറച്ച് കുടികൾ വഴിയാണ് പോകുന്നത്. കുറച്ചിങ്ങനെ വില്ലേജിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ട്രൈബൽ വില്ലേജിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ആ വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വഴി പോയി, നമ്മളവസാനം പിടിക്കപ്പെട്ടു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചകളായിരുന്നു ആ വഴിയിൽ നമുക്ക് സമ്മാനിച്ചത്. കൊടൈ മൂന്നാർ എസ്കേപ്പ് റൂട്ട് പോലത്തെ ഫീൽ തരുന്ന വഴികൾ, അത്രയും രസമുള്ള വഴികളാണ്. ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് അവസാനം ഫോറസ്റ്റിൻ്റെ മുമ്പിൽ തന്നെ വെച്ചെന്ന് പെട്ടു. സത്യത്തിൽ ഈ വഴിയൊക്കെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടവടയിൽ നിന്ന് കാന്തല്ലൂർ അല്ലാണ്ട് വരണമെങ്കിൽ 100 കിലോമീറ്റർ അടുത്തോളം ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് ഈ സൈഡിലേക്ക് വരാനും അതേപോലെ ഉദുമൽപേട്ടിലേക്കൊക്കെ വരാൻ വേണ്ടി ടോപ്പ് സ്റ്റേഷൻ വന്ന് വരേണ്ട അവസ്ഥയാണ്. റോഡ് മാർഗം വേണം നമുക്ക്. നമ്മുടെ വീടിന് ചുറ്റും റോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാട് വെട്ടി റോഡാക്കുന്നതിനോടൊന്നും നമുക്ക് വലിയ അഭിപ്രായമില്ലാത്ത. പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് അതുവഴി വണ്ടി വരണം, അവർക്കൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി, പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പോകാൻ വേണ്ടി നല്ല റോഡ് വരണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ റോഡ് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റോഡ് വന്നു കഴിഞ്ഞാൽ അത്രയും അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ടൈമും കാര്യങ്ങളും എല്ലാം സേവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പലപ്പോഴും പല ജീവൻ വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം അങ്ങനെ ഒരു റൂട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാടൊക്കെ വെട്ടി തന്നെയാണല്ലോ ഈ മറയൂരും മൂന്നാറും ഒക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ ആ ചെറിയ ഭാഗം കൂടെ ഒരു കുറച്ച് ലിമിറ്റഡ് പാസ്സൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അത്രയും ഉപകാരപ്പെടില്ലേ അവർക്കൊക്കെ. ഇതൊരു കിടിലൻ ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. ഇവിടെ കാന്തല്ലൂരിൻ്റെ ഒരു ഫീല് തരുന്നൊരു ലാൻഡ്സ്കേപ്പ്. താഴെ കുറേ നമ്മുടെ കരിക്ക് തേങ്ങയൊക്കെ കുറേ നിൽപ്പുണ്ട്, തെങ്ങ് കുറേ ഉണ്ട്. സൂര്യൻ അസ്തമിക്കാറായി തുടങ്ങിയിരിക്കുന്നു. നല്ല രസമാട്ടോ ഇതുവഴി ഓടിക്കാൻ. നല്ല ഒരു വ്യൂ ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല ഹൈറ്റ്സിലേക്ക് കയറി പോകുന്ന പോലത്തെ ഒരു ഫീല്. നമ്മൾ എക്സ്പൾസ് ഫുൾ ടാങ്ക് അടിച്ച് വന്നതാണ്. എനിക്ക് വന്ന് തിരിച്ചെത്തുമെന്ന് തോന്നുന്നു. ഇപ്പോഴും ഫുൾ ടാങ്ക് തന്നെയാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് അല്ല 164 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടും ഫുള്ളാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വട്ടവട ഒരു ഫുൾ ടാങ്കിൽ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ലോക്കൽ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഓടിയായിരുന്നു. പൊളി വൈബ്. ചേട്ടാ എത്രാമത്തെ ടൈമാണ് കാന്തല്ലൂര് വരുന്നത് ഓർമ്മയുണ്ടോ? എൻ്റെ അമ്മ കുറേ പ്രാവശ്യം പാതിരാത്രിക്ക് വരെ വന്നിട്ട് ഇവിടെ വന്ന് കാറിന് കടന്നു ഉറക്കം വന്നിട്ട് ആ വളവിൻ്റെ അവിടെ ഏകദേശം ഇവിടെ അയിവള തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഗാർഡുകാർ വന്ന് രാത്രി 1 മണിക്ക്
കാന്തല്ലൂരിന് പ്രത്യേകത എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ഒന്ന്, ഇവിടെ ക്ലൈമറ്റ് കുറച്ച് നല്ലതാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് ആപ്പിൾ തോട്ടം ഇങ്ങനെയുള്ള കാണാൻ പറ്റും ഇവിടെ. നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു വെജിറ്റേഷൻ ഗ്രോ ചെയ്യാൻ പറ്റിയ ടൈപ്പ് വട്ടവട പോലത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണോ? വട്ടവടയുടെ അടുത്താണല്ലോ. അത്യാവശ്യം നല്ല ഫാമിംഗ് ഉണ്ടല്ലോ. ശരിക്കും ഇവിടെ ഇല്ല, ഈ പാറയുടെ മേളിൽ കൂടെയാണ് റോഡ് വന്നേക്കുന്നത്. പാറ ഇങ്ങനെ ടാർ ചെയ്ത് സെറ്റാക്കി എടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് വിട്ടിട്ട് സൈഡിലേക്കൊക്കെ പോകുന്നത് റിസ്ക് ആണ്. കാര്യം ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ സീനാക്കും. സാൻഡൽ റിസർവ്, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. താഴ്ത്തിയിട്ടൊന്നുമില്ല, മുമ്പോട്ട് പോവാം. ചില സമയത്ത് താഴ്ത്തിയിടാറുണ്ട്, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. വട്ടവട ഒരു തമിഴ് ഗ്രാമമാണ്, തമിഴ് ടച്ചും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇത് ഒരു മലയാളി വൈബാട്ടോ ഇവിടെ കിട്ടുന്നത്. കള്ള് ഷോപ്പും മലയാളികളുടെ വീടും ആ ഒരു സെറ്റപ്പാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാലക്കാടുള്ള കുറച്ച് ഗ്രാമങ്ങളില്ലേ, ആ ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് പോലത്തെ ഒരു ഫീലാണ് ഈ വഴി പോകുമ്പം. എന്നാൽ നല്ല തണുപ്പുണ്ട്. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ എന്ന് പറയാം. ചില സമയത്ത് നല്ല കോടയാണ് വരുമ്പം. എന്താണേലും കാന്തല്ലൂർ ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. ഒരു വെള്ളച്ചാട്ടമുണ്ട്, കുളച്ചിവയൽ എന്ന് പറഞ്ഞൊരു ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. കാരണം ഇപ്പം സമയം ഓൾമോസ്റ്റ് 5:30 ഇരുട്ടി. ഇനി രാത്രി ചെന്നാൽ അവിടെ വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താണേലും ഇന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം നാളെ ഒന്നുകൂടെ ഇവിടെ വന്ന് വൈബാക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. കോടയും മഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ മൂടാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹാരിയറിൽ വന്നപ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു ഈ റൂട്ടിൽ. നല്ല രസമാണ്. അതുപോലെ തന്നെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലവും ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നുണ്ട് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. ഭയങ്കര ഫേമസ് ആണ് മറയൂർ ശർക്കര. അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പം ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം മറയൂർ ശർക്കര നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഫുൾ കരിമ്പിൻ തോട്ടങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. വരുന്നവർക്ക് ബൾക്കായിട്ട് കരിമ്പൊക്കെ വാങ്ങിച്ചുകൊണ്ടും പോവാം. ഇവിടെ കരിമ്പിൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. കിഡിലൻ ടേസ്റ്റാണ്, ഫ്രഷ് സാധനമായിരിക്കും. ഡിസംബറിൽ കിഡിലൻ തണുപ്പാണ് ഇവിടെ. ഡിസംബറിൽ ഞാൻ പണ്ട് വന്നിട്ട് നമ്മുടെ പുല്ലിലൊക്കെ രാവിലെ ഐസ് ഇരിക്കുന്ന സീൻ ഇവിടെ കിട്ടും കേട്ടോ. വട്ടവടയിൽ കിട്ടുന്നത് പോലെ. വരുന്നവർ ഡിസംബറിൽ വന്നാലും നല്ല മൂടായിരിക്കും. ഇപ്പോഴും നല്ല രസമുണ്ട്, നല്ല ഫീലാണ്. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഗ്രാൻഡിസ് മരങ്ങൾ വട്ടവടയിൽ മുറിക്കുന്നത് പോലെ ഇവിടെ മുറിച്ച് മാറ്റുന്നുണ്ട്. ഗ്രാൻഡിസ് മരങ്ങൾ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ഓർഡർ കൊടുത്തേക്കാണ്. അപ്പം ഇതെല്ലാം അടുത്ത് തന്നെ മുറിച്ച് മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുറിച്ച് മാറ്റി കഴിയുമ്പം ഈ സ്ഥലത്തിന് വേറൊരു ഭംഗിയാണ്, മൊട്ടക്കുന്ന് പോലത്തെ ഫീലാണ്. ഇപ്പോൾ വേറൊരു വൈബാണ്. ഭയങ്കര ഡിഫറൻസാണ് ഈ മരങ്ങൾ വെട്ടിക്കഴിയുമ്പോൾ ഭംഗിയെ അഫക്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ഡിഫറൻസാണ്. പക്ഷേ ചിലപ്പോൾ നല്ല ഭംഗിയാവാറുണ്ട്. ഈ ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടിക്കഴിഞ്ഞിട്ട് നല്ല പച്ച പരവതാനി പോലെ നമ്മുടെ വാഗമൺ മൊട്ടക്കുന്നൊക്കെ കിടക്കുന്ന പോലെ കിടക്കും ചില സമയത്തൊക്കെ. അതും നൈസാണ്. ഇത് അതിനേക്കാളും വൈബാണ്. വട്ടവടയിലേക്ക് പോകുമ്പോഴുള്ള മറ്റേ ഗ്രാൻഡിസ് മരങ്ങൾ വേറെ വൈബല്ലേ. അതേപോലെ തന്നെ ഇവിടെ കുറേ ഗ്രാൻഡിസ് മരങ്ങൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാനൊരു 3 കൊല്ലം മുമ്പ് വരുമ്പം ഉള്ള അത്രയും ഗ്രാൻഡിസ് മരങ്ങൾ ഇപ്പം ഇല്ല, കുറേയൊക്കെ വെട്ടി. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇതിനങ്ങനെ നശിപ്പിക്കാൻ പറ്റാത്ത സാധനമാണെന്ന് തോന്നുന്നു. ഭയങ്കര കാണാൻ നല്ല ഭംഗിയും മറ്റേ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. പക്ഷേ വെള്ളം നല്ല രീതിയിൽ വലിച്ചു കുടിക്കും. ഇത് നടുക്കുന്ന് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓസിട്ട് വെള്ളം വരുന്ന രീതിയിലായിരിക്കും വെള്ളം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടവട എന്ന ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി ആ കൂടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വഴി നമ്മുടെ വട്ടവടയിലേക്ക് എത്താൻ പറ്റുന്ന വഴി മാത്രമേ ശരിക്കും ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉരുൾപൊട്ടലോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരുമ്പം പലപ്പോഴായിട്ട് നമ്മൾ ന്യൂസിൽ കാണുന്ന കാര്യമാണ് വട്ടവട ഒറ്റപ്പെട്ടു പോയി. കാരണം വേറെ മാർഗമില്ല അങ്ങോട്ട് എത്താൻ വേണ്ടി. ജീപ്പിനോ ലോറിക്കോ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് എത്താൻ വേണ്ടി. അത്രയും ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ കൂടിയാണ് ചില സമയങ്ങളിലൊക്കെ വട്ടവടയിലേക്ക് പോകുന്ന റൂട്ടൊക്കെ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടവടയിലേക്ക് നമുക്ക് കൊടൈക്കനാൽ വഴി വട്ടവടയിലേക്ക് എത്താം, നമുക്ക് കാന്തല്ലൂർ വഴി വട്ടവടയിലേക്ക് എത്താം. എന്നിട്ടൊക്കെ വഴി ഉണ്ടായിട്ട് പോലും അവരെന്തുകൊണ്ട് വട്ടവടയെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് പബ്ലിക്കിന് വേണ്ടിയല്ല, നമ്മുടെ അവിടുത്തെ ലോക്കൽസിന് വേണ്ടിയെങ്കിലും ഇതൊക്കെ തുറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. നമ്മളൊരു കംഫർട്ട് സോണിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് നമുക്കെല്ലാം ഉണ്ടല്ലോ, നമുക്ക് വഴിയുണ്ട്, നമുക്ക് റോഡുണ്ട്, നമുക്ക് വണ്ടിയുണ്ട്, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എളുപ്പമാണ്, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടൂറിസം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മളപ്പോൾ ആ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ പറയുക ഇത് കാട് മുറിച്ച് വഴി ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നത് അന്യായമല്ലേ സത്യത്തിൽ. ഞാൻ എപ്പോഴും ഈ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടിയിൽ ഇങ്ങനെ കാട് സ്നേഹികളെ കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ അവരും ആലോചിക്കുന്നുണ്ട്, അവരുടെ വീടും അവരുടെ സ്ഥലമൊക്കെ പണ്ട് കാടായിരുന്നു, അത് വെട്ടിത്തെളിച്ചാണ് അവരും താമസിക്കുന്നതെന്നുള്ള സത്യം ചിലപ്പോൾ അവർ ഇടയ്ക്ക് മറന്നു പോകും. അവരിങ്ങനെ പ്രകൃതി ഇപ്പം നിൽക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മൂഡിൽ അവരവരുടെ കാര്യം മറക്കുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സമയം ഓൾമോസ്റ്റ് 5:50 ഇവിടെ എല്ലാം ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആ ചെക്ക് പോസ്റ്റ് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കാരണം ആ ചെക്ക് പോസ്റ്റിൽ വന്നാണല്ലോ നമ്മൾ ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ അത് കാണണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു റൈഡ് തന്നെ വന്നത്. എത്രമാത്രം അടുത്താണ് നമ്മൾ കാന്തല്ലൂരിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയുള്ളൊരു യാത്രയാണിത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ കുളച്ചിവയൽ എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ഈ ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും ലൈക്ക് ഞങ്ങൾ പണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതും കുറേ നല്ല ഓർമ്മകളുണ്ട് കുളച്ചിവയലിൽ. അപ്പോൾ കുളച്ചിവയലിൻ്റെ വ്ളോഗായിരിക്കും അടുത്തത് വരുന്നത്. അതാരും മിസ് ചെയ്യരുത് കേട്ടോ. അത് കിടിലൻ ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആ വ്ളോഗ് കണ്ട് കുറേ പേര് കുളച്ചിവയൽ വരാൻ ചാൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത്. അത്രയും നല്ലൊരു വ്ളോഗ്, അത്രയും നല്ലൊരു സ്ഥലമാണത്. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്താറാവുന്നു എന്ന് തോന്നുന്നു. ടൂറിസം റെസ്ട്രിക്റ്റഡ് ഏരിയ ഇത്. ഇവിടെ വന്ന് ഷോല നാഷണൽ പാർക്ക് റേഞ്ച്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങും അല്ലേ? ഒന്ന് പോയി നോക്കണം. നോക്കാം, ആ ലൊക്കേഷനും കൂടെ നോക്കാം നമ്മൾ എത്രയാണെന്ന്. സോ നമ്മുടെ ലാസ്റ്റ് പോയിന്റിൽ എത്തേണ്ടിയിരിക്കുന്നത് നമ്മൾ പിടിക്കപ്പെട്ടത് ഇതിനൊരു 1 കിലോമീറ്റർ മുമ്പായിരിക്കും അല്ലേ? ഏകദേശം അതെ. ആ സൈഡിൽ നിന്ന് വരുമ്പോ 1.5 നോക്കാം. എൻ്റെ അടുത്ത് മാപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ ആ ലൊക്കേഷൻ ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനേ ഒരു ഇത് പറഞ്ഞപ്പോൾ ഓർത്ത്, ഈ വട്ടവടയെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു അഡീഷണൽ ഒരു പഴയ ഒരു സ്റ്റേറ്റ് റോഡുണ്ട്, എന്തുകൊണ്ടാണ് ചെയ്യുക? അത് പൂഞ്ഞാർ രാജാവ് വഴി അങ്ങനെ ഉണ്ടാക്കിയതാണ് പണ്ടത്തെ. അതിപ്പോൾ ടാറ്റയുടെ കൈവശമാണ്. അപ്പോൾ ആ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ആ റോഡിന് കോടതി മുഖേന ഉണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട്. ഒരു റോഡിന് പാരലൽ റോഡ് എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഒരു എമർജൻസി കാണും. അപ്പം അന്ന് പുതുക്കടിയിൽ ഉരുൾപൊട്ടൽ വന്നപ്പോൾ റോഡ് മൊത്തം ഒരാഴ്ച അവിടെ വട്ടവട എപ്പോഴും ഒറ്റപ്പെട്ടു പോകാറുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ആ പുള്ളിയുടെ ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ 20,000 കുടുംബം ഉണ്ടെങ്കിൽ അതിന് വ്യവസ്ഥ പിന്നെ മാറ്റാം. അപ്പോൾ ആ പോപ്പുലേഷൻ ഓരോന്നിനും ഓരോ ഒരു നിയമം. നിങ്ങളെന്താ പറഞ്ഞു വട്ടവടക്കാരോട് കുറച്ച് കൂടുതൽ അതാണോ ഉദ്ദേശിച്ചത്? അത് എനിക്കറിയില്ല, എനിക്കത് അവരോട് പറയാൻ പറ്റില്ല. ജനസംഖ്യ ഇപ്പോൾ കൂടുതലാണല്ലോ, ഇവന് ജോലിയില്ലല്ലോ. അത് വേണ്ട, അത് ഞാൻ പറയില്ല. അല്ല, ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ബില്ല് പാസ്സാക്കി ഒരു റോഡിലേക്കുള്ള ഒരു റോഡ് വേറെ പുതിയത് ഉണ്ടാക്കാനുള്ള മൊത്തം ബഡ്ജറ്റ് പാസ്സാക്കി അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പെർമിഷൻ. ഇതാണ് എനിക്ക് കിട്ടിയ അറിവ്. ചിലപ്പോൾ അത് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണേലും കൊള്ളാം. ഞാൻ ഈ റോഡ് വഴി വരണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ നമുക്ക് ഈ റോഡ് വഴി ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ ഈ റോഡിന്റെ ഇവിടെ വന്നു. പണ്ട് എനിക്കാണ് ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് കണ്ടാണ് ഞാൻ കാലുപിടിച്ച് ജീപ്പിന് വന്നത്. ഇതുവഴി വന്നിട്ടുണ്ടല്ലോ ഒറ്റ പ്രാവശ്യം. പക്ഷേ ഇപ്പോഴത്തെ നിയമങ്ങൾ ജീപ്പിനാണ്. ഞാൻ ഇവിടെ ആപ്പിൾ തോട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഒരു സുഹൃത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അത്. പക്ഷെ കുണ്ടല ഡാമിന്റെ അവിടെ നിന്ന് വന്നിട്ട് ഇതേ റോഡിലേക്ക് വന്ന് കയറും, ഇങ്ങോട്ട് വരും. അടിപൊളി. സോ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ കയറി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ.
അവർ പറഞ്ഞു കടുവയൊക്കെ ഉള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് അവർ ആൾക്കാരെ വിടാത്തത്. വില്ലേജേഴ്സ് തന്നെ വളരെ കുറവാണ്, ബൈക്കിലൊന്നും പോകാറില്ല എന്നാണ് കേട്ടത്. എന്താണേലും തിരിച്ച് നമ്മൾ മറയൂർ നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. അടുത്ത ദിവസം നമ്മുടെ മറയൂർ സ്റ്റേയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നമ്മുടെ കുളച്ചി വയലിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ. ഈ വ്ളോഗിൽ നിന്ന് ഞാൻ വിട പറയിക്കുകയാണ്.